നിങ്ങൾ എന്തേ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നു? മുൻപ് ഇങ്ങനെയായിരുന്നില്ലല്ലോ. കലയെ കലയായി കണ്ടുകൂടെ? അപരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ എന്തേ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഒരിക്കൽ കൂടി പറയട്ടെ, കേരളത്തിലെ ക്രൈസ്തവർ ഇങ്ങനെയായിരുന്നില്ല. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കണ്ണടച്ച് കളയുന്നവരായിരുന്നു നാളിതുവരെ. എന്നാൽ ക്രൈസ്തവരുടെ മേൽ കുതിര കയറുന്നതിന്റെ പിന്നിലുള്ള ഒരു കൂട്ടരുടെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ക്രൈസ്തവർ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ തുടങ്ങിയത്. സിനിമകളിലൂടെ, പോസ്റ്ററുകളിലൂടെ, കാർട്ടൂണുകളിലൂടെ, ഫോട്ടോഷൂട്ടിലൂടെ, ഇപ്പോഴിതാ പരസ്യ ചിത്രത്തിലൂടെ. കാഴ്ചയിൽ നിരുപദ്രവം, പക്ഷേ ലക്ഷ്യം മാർക്കറ്റിങ്ങിനേക്കാൾ ഉപരി കുമ്പസാരം എന്ന പവിത്ര കൂദാശയെ പരസ്യത്തിലൂടെ പരസ്യമായി അവഹേളിക്കുക. വിശപ്പിന്റെ വിളി അലട്ടുമ്പോൾ വിളിക്കൂ. കോഴിക്കോട്ടെ മുസ്ലിം സഹോദരങ്ങളെ പ്രധാനമായും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഫുഡ് ഡെലിവറി സർവീസ് തങ്ങളുടെ സർവീസ് കൊച്ചിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് കുമ്പസാരത്തെ അവഹേളിക്കുന്ന ഈ പരസ്യം തയ്യാറാക്കിയിരിക്കുന്നത്. WD സൊല്യൂഷൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്രൈസ്തവ അവഹേളന പരസ്യത്തിന്റെ ആശയം സുഹൈൽ എം കോയ, സംവിധാനം സാജിദ് യാഹിയ. ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് അഭിനയിക്കാൻ കൂട്ടിനായി കിട്ടിയിരിക്കുന്നത് മാർത്തോമ സഭയിലെ റോബിൻ വർഗീസ് എന്ന പുരോഹിതനെയും. മാർത്തോമ സഭയിൽ കുമ്പസാരം എന്ന കൂദാശ ഇല്ലായിരിക്കാം എന്ന് വെച്ച് ആ കൂദാശയുടെ പവിത്രതയെ മറ്റു മതസ്ഥരോട് ചേർന്ന് അവഹേളിച്ചത് ശരിയാണോ എന്ന് റോബിനച്ചൻ ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്തേ ഈ പരസ്യം തയ്യാറാക്കിയവർ ആരും ഇവരുടെ മതത്തിന്റെ പവിത്രമെന്ന് അവർ കരുതുന്ന വിശ്വാസത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്ന് തൊടാൻ പോലും ധൈര്യപ്പെടാത്തത്? കേരളത്തിൽ ക്രൈസ്തവരുടെ ഇരട്ടി ജനസംഖ്യയിലേക്ക് നീങ്ങുന്ന ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന വീഡിയോകൾക്കായിരിക്കുമല്ലോ സാധാരണഗതിയിൽ കൂടുതൽ മാർക്കറ്റിംഗ് സാധ്യത. അതോ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ച് മുൻപ് സൂചിപ്പിച്ച ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിച്ച് അവരുടെ മാർക്കറ്റ് സ്വന്തമാക്കാമെന്ന ദുഷ്ടലക്ഷ്യമോ? ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്തും അവഹേളിച്ചും ആക്രമിച്ചും തളർത്താമെന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാമോഹത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് ഇതെല്ലാമെന്ന് ക്രൈസ്തവർ തിരിച്ചറിയുന്നു. ഇതൊരു തരം തീക്കളിയാണ്. സമൂഹത്തിൽ മതങ്ങൾ തമ്മിൽ വിദ്വേഷവും വിഭാഗീയതയും സൃഷ്ടിക്കുന്ന തീക്കളി. ഇത്തരം ഗൂഢലക്ഷ്യക്കാരെ ഇനിയും കണ്ടില്ലെന്ന് ഭാവിച്ച് മുന്നോട്ടു പോകുന്നവർ പരോക്ഷമായി ഇവർക്ക് പ്രോത്സാഹനം നൽകുകയാണ് എന്ന് തിരിച്ചറിയുക. പ്രവാചകന്റെ പേര് ചോദ്യപേപ്പറിൽ വന്നു എന്ന് പറഞ്ഞ് കൈവെട്ടിയവർ, ഷാർലോ എബ്ദോയിലെ കാർട്ടൂണിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ വെടിവെച്ചു കൊന്നവർ, അഫ്ഗാനിൽ ഹാസ്യനടന്റെ കഴുത്തറുത്തവർ, ഇവരെയൊക്കെ പിന്താങ്ങുന്നവരാണ് കേരളത്തിൽ ക്രൈസ്തവർക്ക് മാത്രമെതിരെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രഘോഷകരാകുന്നത്. ഈ പ്രത്യേക ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ, ഇവരെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ, ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ ക്രൈസ്തവർക്ക് നിലനിൽപ്പില്ല എന്ന സത്യം ക്രൈസ്തവ സമൂഹവും കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന മറ്റു മതസ്ഥരും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ